നമസ്കാരം പ്രിയപ്പെട്ടവരെ, വോട്ട് വർത്തമാനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 19ാമത്തെ ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് ആറ്റിങ്ങലാണ്. ഇനി ഒരു ലോക്സഭാ മണ്ഡലം കൂടി മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരം. അപ്പോൾ ആറ്റിങ്ങലിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് വർക്കലയെക്കുറിച്ചാണ്. വർക്കലയിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് ജോയൽ സംസാരിക്കാം. അത് വി ജോയിയാണ് അവിടെ മത്സരിക്കുന്നത് CPIക്ക് വേണ്ടി. വർക്കല കഹാർ ഒട്ടും മോശമല്ല സ്ഥാനാർത്ഥി UDFന് വേണ്ടി. ബി സ്മിത BJPക്ക് വേണ്ടി. എന്താണ് ചേട്ടാ, വർക്കല ഭയങ്കര ടൈറ്റായിട്ടൊരു മത്സരം നടക്കുന്ന നിയോജക മണ്ഡലം തന്നെയായിരിക്കും. എഴുതി വെച്ചു 100% ഉറപ്പുവരാണ്. പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നും BJP അല്ല മത്സരിക്കുന്നത്, BJPക്കെതിരെ ഫൈറ്റ് കൊടുക്കാൻ UDF കാൻഡിഡേറ്റിന് കഴിയുമോ? കഴിഞ്ഞ തവണ 10,000 വോട്ടിൻ്റെ വ്യത്യാസം. കഴിഞ്ഞ തവണത്തെ മത്സരം ഡിഫറൻ്റ് ആയിരുന്നു. PRM ഷഫീർ ആയിരുന്നു മത്സരിച്ചത്. ഈ PRM ഷഫീറിൻ്റെ നെടുമങ്ങാടിൽ നിന്ന് വർക്കലയിലേക്ക് പറിച്ചു നടപ്പടിയായിരുന്നു, അല്ലെങ്കിൽ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനത്ത്. പക്ഷെ വർക്കലക്കാർ അതല്ല. വർക്കലയിൽ തന്നെ വളർന്ന് പഠിച്ച് വർഷങ്ങൾക്ക് ശേഷം വർക്കല എന്ന് പറഞ്ഞ നിയോജക മണ്ഡലം UDFന് കൊടുത്ത ആ മണ്ഡലത്തിൽ ഒരു വട്ടം 2 വട്ടം, എനിക്ക് തോന്നുന്നു 3 വട്ടം പോലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റാണ് വർക്കലക്കാർ. വർക്കലക്കാർ BJPക്കെതിരെ തോക്കുന്നത് LDF തരംഗം ആനടിച്ചപ്പോൾ 2000 വോട്ടുകൾക്ക് മാത്രം തോറ്റ കാൻഡിഡേറ്റ് ആയിരുന്നു വർക്കലക്കാർ. പിന്നീട് അവിടെ 5 വർഷം BJP നിന്ന് എല്ലാ സാമുദായിക ഘടകങ്ങളും BJPക്ക് അനുകൂലമാക്കി BJP മാറ്റി എന്നൊക്കെ പറയുമ്പോൾ പോലും വർക്കലക്കാരാണ് അവിടെ ഓപ്പോസിറ്റ് വരുന്നത്. ആ പേരിനൊരു തലപ്പൊക്കമുണ്ട്. കാരണം വർക്കലയുടെ സ്വന്തം MLA ആയിരുന്നു വർക്കലക്കാർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ വർക്കല എന്ന പേരുള്ള MLAമാരെ വർക്കലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർക്കല രാധാകൃഷ്ണൻ, അങ്ങനെ തലപ്പൊക്കമുള്ള ഒരുപാട് പേരുകളുണ്ട്. ഇപ്പം BJP പോലും കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ഈ ന്യൂസ് വർക്കല ജോയിലൊക്കെ ആൾക്കാർ. അപ്പം മനസ്സിലായല്ലോ. അപ്പം BJP വേഴ്സസ് വർക്കലക്കാർ മത്സരിക്കുന്ന സമയത്ത് ഈ മണ്ഡലം എസ്റ്റിമേറ്റ് ടൈറ്റിലേക്ക് പോകും. അത് ഇവിടെ നിർണായകമാകുന്നത് BJPയുടെ വോട്ടുകളാണ്. BJPക്ക് നല്ല വോട്ട് ബേസ് ഉള്ള സ്ഥലമാണ് ഈ വർക്കല എന്ന് പറയുന്നത്. പക്ഷേ BJPയുടെ വോട്ട് ആരിലേക്ക് പോകും എന്നതാണ് ഈ നിയോജകമണ്ഡലത്തിൽ ഒരു ചോദ്യമായിരിക്കുന്നത്. സ്മിത എന്ന് പറയുന്ന മോശം കാൻഡിഡേറ്റ് അല്ല എന്ന് നമുക്ക് പറയുമ്പോൾ പോലും സ്മിത എനിക്ക് തോന്നുന്നു LDFൻ്റെ അവിടുത്തെ ഒരു മെമ്പറായിരുന്നു, മീൻസ് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തീർത്തും അൺപ്രഡിക്റ്റബിൾ ആണ്. എന്നാലും BJP അവിടെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു സാമുദായിക ഘടന, അത് വർക്കലക്കാരന് ഒരു പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളായിരുന്നെങ്കിലും കുറച്ച് വർഷം, കഴിഞ്ഞ 5 വർഷം അദ്ദേഹം കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുകയായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ അനുകൂലത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. എന്നാലും 0.1% ഞാൻ ഒരു നേരിയ മുൻതൂക്കം ഞാൻ കാണുന്നത് BJPക്കാണ്. ഇതൊന്നും പറയാൻ പറ്റില്ല, ടങ് സ്ലിപ്പാണ്. ഒരു പക്ഷേ വർക്കലക്കാർ വിജയിക്കാൻ സാധ്യത. എന്നാലും നമ്മൾ നേരിയ മുൻതൂക്കം പറയുന്നത് ഈ മണ്ഡലത്തിൽ BJPക്ക് തന്നെയാണ്. അടുത്ത മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ OS അംബിക CPMന് വേണ്ടി, RSPക്ക് വേണ്ടി സന്തോഷ് ഭദ്രനും BJPക്ക് വേണ്ടി P സുധീറും ആണ് മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? BJP വേഴ്സസ് LDF ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. സന്തോഷ് ഭദ്രൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്. RSPക്ക് ആ മണ്ഡലത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് സന്തോഷ് ഭദ്രൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്കിൽ പോലും ആറ്റിങ്ങലിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആയാലും ശരി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ആയാലും റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ BJP വേഴ്സസ് LDF ഒരു ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു നിയോജക മണ്ഡലം തന്നെയായി ആറ്റിങ്ങൽ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വിധി നോക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകളത് വേറൊരു പാറ്റേൺ തന്നെയാണ്. അപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഇവിടെ വളരെ നിർണായകരമാകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു LDF ഈ മണ്ഡലം നിലനിർത്തും. പക്ഷേ BJP ഒരു നല്ല ഫൈറ്റ് തന്നെ കൊടുക്കും. ഭാവിയിൽ BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് ആറ്റിങ്ങൽ മാറാൻ സാധ്യതയുണ്ട്. ഇത്തവണ LDF ജയിക്കും. LDF ആയിരിക്കും ആറ്റിങ്ങലിൽ വിജയിക്കുക. അത് മണ്ഡലം നിലനിർത്താനാണ് സാധ്യത എന്നാണ്. എങ്കിലും BJPയുടെ 2ാം സ്ഥാനത്ത് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഒരിക്കൽ കൂടി നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം വരുന്ന വർഷങ്ങളിൽ കൂടുതൽ വോട്ടുകൾ നേടാനും സാധ്യതയുണ്ട്. അടുത്ത ചിറയൻകീഴ് മണ്ഡലമാണ്. മനോജ് ഇടമനയാണ് അവിടെ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥി. കോൺഗ്രസിന് വേണ്ടി രമ്യ ഹരിദാസ് പാട്ടുപാടിയൊക്കെ വന്നിട്ടുണ്ട്. BJPക്ക് വേണ്ടി BS അനൂപ്. എന്താണ് സാധ്യത? LDF ജയിക്കും. 2ാം സ്ഥാനത്ത് BJP ആണോ കോൺഗ്രസ് ആണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. BS അനൂപ് വരാനായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ സാധ്യത. കാരണം BS അനൂപ് കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ്. ഈ രമ്യ ഹരിദാസ് BJPക്ക് സീറ്റ് കിട്ടുന്ന പോലെ BJP 2ാം സ്ഥാനത്ത് വരും. 2ാം സ്ഥാനത്ത് LDF ആണ് അവിടെ 1ാം സ്ഥാനത്ത്. ഈ കാൻഡിഡേറ്റ്സിന് BS അനൂപ് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ഒരു പക്ഷേ ഒരു തവണയും കൂടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് വരില്ലായിരുന്നു. BS അനൂപ് ആയിരുന്നു കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചു. BS അനൂപിന്റെ കാൻഡിഡേറ്റ്സിൽ ഭയങ്കര വൈറൽ കാൻഡിഡേറ്റിൽ ഒരാളായിരുന്നു BS അനൂപ് കഴിഞ്ഞ തവണ. പക്ഷേ ഈ തവണ രമ്യ ഹരിദാസ് വരുമ്പം രമ്യ ഹരിദാസിന് ഈ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല.
ഈ ചിറയൻകീര് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനോജ് എടമനെ തന്നെ അവിടെ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വികസന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ പുറം നിൽക്കുന്ന സ്ഥലമാണ് ചിറയൻകീര് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും ഇത്തവണയും ഒന്നും കൂടെ LDF തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. മനോജ് ഇടമന തന്നെ വിജയിക്കാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ. അടുത്ത മണ്ഡലം നെടുമങ്ങാടാണ്. നെടുമങ്ങാട് ഇപ്പോഴത്തെ മന്ത്രി GR അനിലാണ് ഒരു സ്ഥാനാർത്ഥി. പിന്നെ മീനാങ്കൽ കുമാർ അദ്ദേഹമാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി യുവരാജ് എന്തായിരിക്കും അവിടുത്തെ? BJP നല്ല വൈബ്രന്റ് കാൻഡിഡേറ്റ് ആണ് യുവരാജ് ഗോകുൽ. ഈ മണ്ഡലത്തിൽ LDF GR അനിൽ മന്ത്രി നിലനിർത്താനാണ് ചാൻസ് കൂടുതൽ. ശരിക്കും ഈ മണ്ഡലത്തിൽ BRM ഷഫീർ വരേണ്ട മണ്ഡലമായിരുന്നു. ശരിക്കും BRM ഷഫീറിന്റെ ഹോം ടർഫ് തന്നെയാണ്. ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ജാതി മത ഇക്വേഷൻസും മണ്ണാങ്കട്ടയൊക്കെ നോക്കിയാണ് ഇവരെല്ലാം കൊണ്ട് തോലയ്ക്കുന്നത്. LDF എനിക്ക് തോന്നുന്നില്ല ഈ എത്രയും പരിധി വരെ നോക്കുവാണ്. കാരണം അവർ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ നാടാറ് ഭൂരിപക്ഷം അത് ഇതൊക്കെ അവർ നോക്കുന്നുണ്ടെന്ന് പറയുമ്പം പോലും LDF പലപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറാണ് പല മണ്ഡലങ്ങളിലും. LDF ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രശാന്തിനെ പോലെ ഒരു കാൻഡിഡേറ്റിനെ അവിടെ നായർ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലമായിട്ട് പോലും പ്രശാന്തിനെ പോലെ ഒരു മേയർ റോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്താൻ ധൈര്യം കാണിച്ചതാണ്. അങ്ങനത്തെ ഒരു ധൈര്യമായിരുന്നു. ഈ വർക്കലയില് കഹാർ മത്സരിക്കുന്നുണ്ട്, അപ്പം പിന്നെ വേറൊരു മുസ്ലിം കാൻഡിഡേറ്റിനെ അടുത്ത് മത്സരിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കോൺഗ്രസിന് സ്കോപ്പ് ഉണ്ടാവാം. BRM ഷഫീർ ആയിരുന്നെങ്കിൽ വളരെ ടഫായിട്ടൊരു മത്സരം, ചിലപ്പോൾ ഒരുപക്ഷെ അട്ടിമറിക്കപ്പെട്ടു പോലും പോയേക്കാം. ഇതിപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CPI വന്നൊരു കാൻഡിഡേറ്റിനെ പിടിച്ച് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആക്കി. GR അനിൽ തന്നെയായിരിക്കും ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധ്യത കൂടുതൽ. യുവരാജ് ഗോകുൽ നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കും. ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം BJP അല്ല, രണ്ടാം സ്ഥാനം UDF തന്നെയാണ്. BJPക്ക് അത്രമാത്രം അടിത്തറയിലേക്ക് വന്നിട്ടില്ല. ഈ ഒരു മണ്ഡലവും GR അനിൽ തന്നെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വാമനപുരമാണ്. വാമനപുരം DK മുരളിയാണ് CPM സ്ഥാനാർത്ഥി. സുധീർ ഷാ പാലോട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. BDJ സ്ഥാനാർത്ഥിയെ വേണു കാരണവർ. എന്താണ് അവിടുത്തെ LDF UDF മത്സരം നടക്കുന്ന സ്ഥലം തന്നെയാണ്. സുധീർ ഷാ പാലോട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം വോട്ട് പിടിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ നമുക്കൊരു വോട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം, വാമനപുരത്തിന്റെ സ്വഭാവം ഒരു ചുവന്ന ഒരു കോട്ട തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. DK മുരളി വളരെ പോപ്പുലർ ആയിട്ടൊരു MLA ആണ്. DK മുരളി ആ മണ്ഡലത്തിൽ അട്ടിമറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ BJPക്ക് ഒരു അത്യാവശ്യം നല്ല ശതമാനം വോട്ട് പിടിക്കും. പക്ഷെ അവർ ഡിസ്റ്റൻസ് തേർഡിൽ തന്നെ ആയിരിക്കും. BJP പിടിക്കുന്ന വോട്ടുകൾക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടാവും. എന്നാലും DK മുരളിയെ തോൽപ്പിക്കാൻ സുധീർ ഷാ പാലോട്ടിനെ സാധിക്കില്ല. സുധീർ ഷാ പാലോട്ടിനെ പറഞ്ഞപ്പോൾ ഒരു കാൻഡിഡേറ്റ് ശരിക്കും ചെയ്യേണ്ടത് ഇത്തവണ അവിടെ തോറ്റു കഴിഞ്ഞാലും 5 വർഷം കൂടെ അവിടെ പണിയെടുക്കുക എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണയൊക്കെ ഒരു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തോന്നുന്നു. വാമനപുരത്തെ പറ്റി പറഞ്ഞു. വാമനപുരം DK മുരളി തന്നെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം അരുവിക്കരയാണ്. അരുവിക്കരയിൽ ഇത്തവണ മത്സരിക്കുന്നത് G. സ്റ്റീഫൻ CPIM വേണ്ടി. V. ശിവകുമാർ പഴയ മന്ത്രി കോൺഗ്രസിന് വേണ്ടി VS ശിവകുമാർ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി വിവേക് ഗോപൻ. എന്താണ് ഇവിടുത്തെ ഒരു സാധ്യത? ഈ മണ്ഡലം അരുവിക്കര രണ്ടുപേരും ടഫ് മത്സരം നടക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു G. സ്റ്റീഫനെ ഈസി ആയിട്ട് ജയിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ VS ശിവകുമാർ ഒരു മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാമ്പയിനും കാര്യങ്ങളും ഈ കോൺഗ്രസ് കാൻഡിഡേറ്റ്സിൽ ഏറ്റവും നല്ല രീതിയിൽ പണമൊരുക്കാനായാലും ശരി, ഏറ്റവും നല്ല രീതിയിൽ സംഘടനയെ ചലിപ്പിക്കാനും സാധിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരാൾ VS ശിവകുമാർ ആണ്. അപ്പം VS ശിവകുമാർ അവിടെ വന്നതിന് ശേഷം അവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം സാമുദായിക സമവാക്യങ്ങളെല്ലാം അനുകൂലമായി നിർത്താൻ VS ശിവകുമാറിന് അവിടെ സാധിച്ചിട്ടുണ്ട്. G. സ്റ്റീഫന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാടാർ സമുദായത്തിൽ നിന്ന് വരുന്ന തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചതിന്റെ വേറൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFന്റെ തരംഗം ആഞ്ഞു വീശി. ഈ LDFന്റെ തരംഗം ആഞ്ഞു വീശുന്ന സമയത്ത് ഈ ചെറിയ ലെവലിൽ നിന്ന് പാർട്ടികൾ ഉയർത്തിക്കൊണ്ട് വരുന്ന കാൻഡിഡേറ്റ്സിന് എപ്പോഴും ഒരു LDFന്റെ UDFന്റെ ഒരു തരംഗം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഉയർത്തിക്കൊണ്ട് വരുന്ന കാൻഡിഡേറ്റ്സിന് എപ്പോഴും അവിടെ ഒരു സിമ്പതി വർക്കൗട്ടാകും. കാരണം ഒരു തരംഗമുണ്ട്. അപ്പോൾ ഈ കാൻഡിഡേറ്റ് ഇങ്ങനെ താഴെ ലെവലിൽ നിന്ന് വന്നൊരു കാൻഡിഡേറ്റ് ആണെന്ന് പറയുമ്പോൾ അപ്പം അവർക്ക് ഒരു ഇതുണ്ട്, ബേസ് ഉണ്ട്. ആ ഒരു ബേസിന്റെ പുറത്ത് ആദ്യത്തെ വർഷം അവർ ജയിക്കും, രണ്ടാമത്തെ വർഷം പക്ഷെ അത് കിട്ടത്തില്ല.
പ്രത്യേകിച്ച് വേറൊരു പാർട്ടിക്കാണ് കുറച്ചുകൂടി ഒരു പോസിബിലിറ്റി വരുന്നത് എന്നൊരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ അവിടെ എല്ലാ ഫാക്ടേഴ്സും ഇതാണ്. ജിയാ സ്റ്റീഫൻ മണ്ഡലത്തിൽ എന്തുമാത്രം പോപ്പുലറായിട്ടൊരു MLA ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള MLA-മാരുടെ അത്രയും ആ ഒരു ലെവലിൽ ആ ഒരു തലപ്പൊക്കത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ടോ എന്നതൊരു സംശയമാണ്. അവിടെ തന്നെയുള്ള ആളാണ്, ജനങ്ങളുടെ ഉള്ളിലൊക്കെ പ്രവർത്തിക്കുമെങ്കിലും ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലെവൽ എന്തുമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് മോശമായിട്ട് നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് VS ശിവകുമാറിനെ പോലെ ഒരു കാൻഡിഡേറ്റ് വരുന്നത്. VS ശിവകുമാർ വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ UDF-ന്റെ വോട്ടുകളൊന്നും സ്പ്ലിറ്റ് ആവാതെ നോക്കാൻ VS ശിവകുമാറിന് സാധിക്കും. പിന്നെ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം ഈ മണ്ഡലം എന്ന് പറയുന്നത് കുറച്ചൊക്കെ UDF-ന് അനുകൂലമാണ്. പഴയ ആര്യങ്കാട് മണ്ഡലമല്ല, പഴയ ആര്യങ്കാട് മണ്ഡലത്തിൽ G കാർത്തികൻ വിജയിച്ചിരുന്ന ഒരു ചരിത്രം ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും ഒരു UDF മണ്ഡലമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ അരുവിക്കര മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ അത് കുറച്ചൊക്കെ ഒരു UDF-ന് അനുകൂലമായിട്ടൊരു മണ്ഡലം നമുക്ക് കണക്കാക്കാം. പിന്നെ BJP-ക്ക് നല്ല വോട്ട് ബേസ് ഉള്ള സ്ഥലമാണ്. ഈ വോട്ട് ബേസ് പോലും ഇത്തവണ LDF-ന്റെ പക്കൽ നിന്ന് കുറച്ച് വോട്ടുകൾ സ്പ്ലിറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അത് UDF-ലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ഈ അരുവിക്കരയിൽ UDF-നാണ് നേരിയ സാധ്യത. ഒരു 0.1 എന്ന് നമുക്ക് പറയുന്നത് ഒരു സാഹചര്യങ്ങളുടെ ബേസിസിൽ നോക്കുമ്പോൾ ഒരു ടങ്സ്റ്റൺ മണ്ഡലം ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നു ഒരു പക്ഷേ VS ശിവകുമാർ അവിടെ വിജയിച്ച് വരാനായിരിക്കും സാധ്യത കൂടുതൽ. ആറ്റിങ്ങൽ ലോക്സഭയിൽ ഇപ്പോൾ ആകെ കിട്ടിയ ഒരു UDF മണ്ഡലമാണ് ഇപ്പോൾ ഇത്. എന്തായാലും അടുത്ത മണ്ഡലം കാട്ടാക്കടയാണ്. കാട്ടാക്കടയിൽ CPI-ന്റെ IB സതീഷ്, കോൺഗ്രസിൻ്റെ MR ബൈജു, അതുപോലെ BJP-യുടെ PK കൃഷ്ണദാസ് തലമുറ നേതാവാണ്. എന്താണ് സാധ്യത? ചേട്ടാ, ഇത്തവണത്തെ ഇലക്ഷൻ കണ്ടോളം നിങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരു ത്രികോണം അല്ലെങ്കിൽ നമ്മൾ അവസാന നിമിഷം വരെ ശ്വാസം പിടിച്ച് ഇരിക്കേണ്ടി വരുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും കാട്ടാക്കടയിലെ ഇലക്ഷൻ. 3 കാൻഡിഡേറ്റ്സും സ്ട്രോങ് ആണ്. MR ബൈജുവിന്റെ കാൻഡിഡേറ്റ്സിലാണ് ഈ മണ്ഡലത്തിൽ വ്യത്യാസം കൊണ്ടുവന്നത് ഞാൻ പറയും. പുള്ളി അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാൻഡിഡേറ്റ് അല്ല. ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, സ്പ്ലെൻഡർ ബൈക്കിൽ നിറഞ്ഞു നിൽക്കുന്ന കാൻഡിഡേറ്റ് ആണ് MR ബൈജു. അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ജനങ്ങളുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നത് അത് UDF-ന്റെ ഒരു അഡ്വാൻറ്റേജ്. ഞാൻ പറഞ്ഞല്ലേ, കഴിഞ്ഞ തവണ G സ്റ്റീഫന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഇത്തവണ MR ബൈജുവിന് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം, ഇന്നത്തെ കാട്ടാക്കട മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതൊരു LDF-ന്റെ മണ്ഡലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് കൃഷ്ണദാസിനെ പോലെ ഒരു കാൻഡിഡേറ്റ്. ഇവിടെ MR ബൈജുവിനെ സംബന്ധിച്ച് MR ബൈജു നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-യിലേക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ അദ്ദേഹത്തിന് തിരിച്ചെത്തിക്കാൻ സാധിക്കും. കൃഷ്ണദാസ് അവിടെ സ്ട്രോങ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആ വോട്ടുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റാൻ സാധിച്ചാലാണ് MR ബൈജുവിന്റെ കാൻഡിഡേറ്റും സംഭവങ്ങളും എല്ലാം കിടുവാണ്. IB സതീഷിനെ സംബന്ധിച്ച് IB സതീഷ് അദ്ദേഹം വളരെ പോപ്പുലറായിട്ട് നിൽക്കുകയും കൂടെ ചെയ്യാണ്. കഴിഞ്ഞ തവണത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ഡിം അവസ്ഥയിലാണ്. ആദ്യത്തെ പ്രാവശ്യം ശക്തനെതിരെ വെറും നേരിയ വോട്ടുകൾക്കായിരുന്നു അദ്ദേഹം വിജയിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ ഒരു നല്ല ഭൂരിപക്ഷം നേടിയിട്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ വിജയിക്കുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കുറച്ച് കുറവായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സംശയമാണ്. പക്ഷേ BJP-യിലേക്ക് പോയ വോട്ടുകൾ ചേട്ടാ ഇങ്ങനത്തെ ഉള്ള മണ്ഡലങ്ങൾ ഞാൻ എപ്പോഴും കാണുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ള മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് കാണുന്നത് ഈ BJP-ക്ക് എതിരെ വോട്ട് ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു BJP-ക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ ഒരിക്കൽ താമരയ്ക്ക് വോട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പിന്നെയും താമരയിൽ കുത്തുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് നമ്മൾ പൊതുവെ പറയുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാനൊരു നേരിയ എഡ്ജ് IB സതീഷിന് കാണുന്നു. MR ബൈജു ഒട്ടും മോശക്കാരനായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് അല്ല. അദ്ദേഹത്തിന് തിരിച്ച് വോട്ടുകൾ എത്തിക്കാൻ സാധിക്കണം. അതെന്തുമാത്രം സാധിക്കുമെന്നതാണ് ഇവിടെ അദ്ദേഹം നേരിടുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കൂട്ടുമ്പോൾ, അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ IB സതീഷിന് ഒരു നേരിയ ഒരു മുൻതൂക്കം, അതായത് 0.1 നമ്മൾ പറയുമ്പം 0.1 ഒരു ചെറിയ മുൻതൂക്കം നമ്മൾ IB സതീഷിന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ ചെറിയൊരു മാർജിനിൽ IB സതീഷിനെ വീണ്ടും നേടുമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, നേടുമെന്ന് ഉറപ്പിച്ചു വരാൻ നമുക്ക് പറ്റില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. ഒരു പക്ഷേ കാരണം ഈ പോയ BJP വോട്ടുകൾ UDF-ലേക്ക് തിരിച്ചെത്തിക്കാൻ MR ബൈജുവിന് സാധിക്കുമോ എന്നൊരു ചോദ്യമായിട്ട് എൻ്റെ മുമ്പിൽ അവിടെ നിൽക്കുന്നുണ്ട്. ശരി, നമ്മളപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലമാണ് പറഞ്ഞു തീർത്തത്. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തേക്ക് എത്തുമ്പോൾ എന്താ പറയുക, മൊത്തം ചിത്രങ്ങൾ മാറി മാറി വരികയാണ്. കാരണം 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളും LDF-ന്റെ പോക്കറ്റിലേക്കാണ് ഇത്തവണ പോയിരിക്കുന്നത്. ഒരു മണ്ഡലം മാത്രമാണ് UDF-ലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 70 മണ്ഡലങ്ങൾ ഇപ്പോൾ UDF-ലും
63 മണ്ഡലങ്ങൾ LDFിലും നമ്മൾ ഏകദേശം വിലയിരുത്തുകയാണ്. ആകെ 7 മണ്ഡലങ്ങളുടെ ഡിഫറൻസാണ്. ഇനി അടുത്തൊരു മണ്ഡലം തിരുവനന്തപുരം മണ്ഡലമാണ്. അവിടെ 7 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ആ 7 മണ്ഡലങ്ങൾ ഏതാണോ, പക്ഷേ ഇതൊക്കെയാണെങ്കിൽ 100 സീറ്റ് എന്ന് പറഞ്ഞ സ്വപ്നം ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അത്രത്തോളം വലിയ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവമുണ്ട്, സൈലന്റ് വേവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് അത്രത്തോളം ആഞ്ഞ് വീശണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു 85-90 സീറ്റെങ്കിലും വരെ UDF എത്തത്തുള്ളൂ. പക്ഷെ അടിയൊഴുക്കുകളുണ്ട് എന്ന് ശക്തമായിട്ട് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ ഉള്ളിൽ അവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം പെട്ടെന്ന് നമ്മളിവിടെ പറയുന്നത് പോലെ അല്ലെങ്കിൽ പുറലോകം കാണുന്നത് പോലെ അല്ല. അവരുടെ ഉള്ളിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതെന്ന്. ആ വോട്ടുകൾ ഒരു എൻ ബ്ലോക്കായിട്ട് ഇത്തവണ വീഴാനാണ് സാധ്യത കൂടുതൽ. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഈ പറഞ്ഞതൊരു നോർമൽ കേസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നിലവിലെ സാഹചര്യം മാത്രമാണ്, അതൊരു വിലയിരുത്തൽ മാത്രമാണ്. ഇതിൽ നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു 42 മണ്ഡലങ്ങളോളം നമ്മൾ പറഞ്ഞതിനകത്ത് 40 മണ്ഡലങ്ങളോളം നമ്മൾ പറഞ്ഞിട്ട് ടൈറ്റ് ആണ്. നമ്മൾ ചെറിയൊരു ഇത് പലർക്കും അങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നമുക്കൊരു വിലയിരുത്തലാണല്ലോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്ത മണ്ഡലം, അവസാനത്തെ മണ്ഡലം തിരുവനന്തപുരം മണ്ഡലമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.